നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിധിയുടെ സുധീഷിന് പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുന്നവരെ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്നത് നിധിയുടെ അടുത്തിയമ്മ വന്നു പോയതിനു ശേഷം വല്ലാത്ത സങ്കടത്തിലായിപ്പോയി സുധീഷ് സുഭാഷും ഒക്കെ. കാരണം അവർക്കൊക്കെ വല്ലാത്തൊരു സങ്കടമായിരുന്നു. കാരണം അവർക്ക് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഈ വീടൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. നിധി ഇങ്ങനൊരു വീട്ടിലാണോ കഴിയണേ? അങ്ങനെ ഒരു ചിന്തയും കാര്യങ്ങളൊക്കെ സാന്ദ്രയ്ക്കുണ്ടെന്നുള്ള കാര്യം സുധീഷിനും നികേഷിനും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിടക്കണ സമയത്ത് സുധീഷ് സുഭാഷിനോട് പറഞ്ഞു, അല്ല സാന്ദ്രേച്ചനെയും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവർ നോക്കിക്കഴിഞ്ഞപ്പോൾ അവരുടെയൊക്കെ വീട് വലിയ വീട്, ഇഷ്ടംപോലെ ജോലിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് നിധി ഇവിടെ വന്നിട്ട് കണ്ടില്ലേ ഇങ്ങനെ അടുക്കള ജോലികളൊക്കെ ചെയ്ത് ഈ വീട്ടു ജോലികളൊക്കെ ചെയ്ത് ഇതുപോലത്തെ ഒരു വീട്ടിൽ അവർ നോക്കിക്കഴിയുമ്പോൾ ഇതൊന്നും വീടൊന്നും പറയാൻ പറ്റില്ല. ഒരു കന്നുകാലി തൊഴുത്ത് പോലെ ഒന്ന് അതുപോലെ ഒരിടത്ത് കഴിയാന്ന് പറഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നികേഷ് പറഞ്ഞു, അത് ശരിയാ, ഞാനിന്ന് പോയപ്പോൾ കണ്ടതാ വലിയ വീടൊക്കെ തന്നെ സുഭാഷ് ചേട്ടാ. ശരിക്കും നിധിയെ അടുത്ത് സമ്മതിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് താമസിക്കുന്നുണ്ടല്ലോ. സുധീഷിന് അന്ന് രാത്രിയിലും കൂടെ കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വല്ലാത്തൊരു അവസ്ഥയായിരുന്നു, വല്ലാത്ത ബുദ്ധിമുട്ട്. നാണം കെട്ടല്ലോ എന്നൊരു ചിന്ത. ബാത്റൂം പോലും നല്ല ഒരെണ്ണമില്ല. ഈ സമയത്ത് സുഭാഷും ഇങ്ങനെ ആലോചിച്ചു, ശരിയാണ് പറയണേ, എന്ത് ചെയ്യാൻ പറ്റും? ഈ വീട്ടിലാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. വീട്ടത്തോട്ട് എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേനും കേസും കൂട്ടമായി. പിന്നെ അത് വലിയ വലിയ പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കുക. എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. ബാക്കി എല്ലാവരും ഉറങ്ങിയിട്ടും സുധീഷ് ഉറങ്ങാതെ കിടക്കുകയാണ്. കുറേ ആലോചനകളൊക്കെ ആയിട്ട് പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പം സുധീഷ് പൈപ്പിൻ ചോട്ടി വന്ന് ബ്രഷ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് നികേഷ് ഹരീഷും കൂടെ അങ്ങോട്ട് വന്നു. അപ്പോഴാണ് സുഭാഷും വരുന്നത്. സുഭാഷ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് പറഞ്ഞു, ഇതെന്താ സുഭാഷ് ഏട്ടാന്ന് ചോദിച്ചു. എന്താ ഇതിനകത്ത് പേസ്റ്റ് ഇല്ലല്ലോ? പേസ്റ്റ് തീർന്നിട്ടുണ്ട്, പുതിയ എണ്ണം വാങ്ങിച്ചു വെക്കണ്ടേന്ന് ചോദിച്ചു. ആര് പറഞ്ഞു പേസ്റ്റ് ഇല്ലെന്ന്? എടാ അതിനകത്ത് പേസ്റ്റ് ഉണ്ട്, നീ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. എത്ര സമയം ഞാൻ എത്തിയിട്ട് ഞെക്കുന്നു, ഇത്തിരി പോലും ഇല്ലയെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അതങ്ങോട്ട് വെച്ചിട്ട് എന്ത് ചെയ്തു, ഒരു കമ്പെടുത്തിട്ട് അതിങ്ങനെ ഞെക്കി ഞെക്കി കൊണ്ടുവരുവാണ്. എന്നിട്ട് പേസ്റ്റ് എടുത്തെടുത്ത് കണ്ടോ എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സുധീഷ് പറഞ്ഞു, അതെങ്ങ് തരാൻ പറഞ്ഞു. മേടിച്ച് കഴിഞ്ഞിട്ട് ആ പേസ്റ്റ് കവർ ഒറ്റ ഏറായിരുന്നു. അയ്യോ നീ ഇതെന്താടാ കാണിച്ച്, എറിഞ്ഞു കളഞ്ഞോ? ദേ 2 ദിവസത്തേനും കൂടെ എല്ലാവർക്കും പല്ല് തേക്കാനുള്ള പേസ്റ്റ് അതിനകത്തുണ്ടെന്ന് പറഞ്ഞു. നികേഷ് പറഞ്ഞു, എൻ്റെ സുഭാഷ് ചേട്ടാ അത് പോട്ടെ, പുതിയത് വാങ്ങാം. ഈ പേസ്റ്റിൻ്റെ കവറും വെച്ച് ഇങ്ങനെ ഞെക്കി ഞെക്കി എടുക്കാൻ തുടങ്ങിയിട്ട് ആഴ്ച 2 ആയെന്ന് പറഞ്ഞു. സുഭാഷോട് നിനക്കൊക്കെ അത് പറയാം എന്ന് പറഞ്ഞു. ഈ സമയത്ത് സുധീഷ് പറഞ്ഞു, ഈ വീട്ടിലെ കുറേ കാര്യങ്ങൾ മാറ്റേണ്ടതായിട്ടുണ്ട്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ബാത്റൂം പണിയാന്നുള്ളതാണ്. ബാത്റൂം പണിയാൻ എന്തിന് എന്ന് നികേഷ് ചോദിച്ചു. എടാ ഇന്നലെ നമ്മൾ നാണം കെട്ടല്ലേ നിധിയുടെ ഏടത്തിയമ്മ വന്നു കഴിഞ്ഞപ്പം, ഇനിയും നമ്മൾ നാണം കെടാൻ പാടില്ല. ശരിക്കും നമ്മളിവിടെ ആൺകുട്ടികളാണ്, ഇതുവരെയായിട്ട് ഒരു പെണ്ണീ വീട്ടിലുണ്ടായിട്ടില്ല. അപ്പം നമുക്ക് കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ലായിരുന്നു. ശരിക്കും പെണ്ണുങ്ങളും ആണുങ്ങളും ഒരു ബാത്റൂം ഉപയോഗിക്കുന്ന പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നിധിക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ബാത്റൂം വേണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു, ബാത്റൂമൊക്കെ വേണം, പക്ഷേ അതിന് പൈസ ചിലവുള്ള കാര്യമല്ലേ? അതെ, ബാത്റൂം പണിയണം. ഇത് കേട്ടപ്പോൾ സുഭാഷ് ചോദിച്ചു, ബാത്റൂം പണിയണം? അതെ സുഭാഷ് ചേട്ടാ, എത്രയും പെട്ടെന്നൊരു ബാത്റൂം പണിയണം. സുഭാഷ് ചേട്ടാ മേസ്തിരിയൊക്കെ അല്ലേ, അപ്പോൾ ബാത്റൂം പണിതാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. എടാ ബാത്റൂം പണിയുന്നതിന് എനിക്ക് പ്രശ്നമില്ല, പക്ഷേങ്കിൽ അത് പണിയണമെങ്കിൽ കുറച്ച് പൈസ വേണം, അതൊക്കെ ഞാൻ ചിലവായിക്കോളാന്ന് പറഞ്ഞു. ഹരീഷ് പറഞ്ഞു, സുഭാഷ് ചേട്ടാ ചിലവാക്കും എന്ന് പറയും. എന്നിട്ട് സുഭാഷ് ചേട്ടൻ പണി തുടങ്ങി കഴിയുമ്പോഴത്തേനും എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോയിട്ട് പറയും, അതെ സുഭാഷ് ചേട്ടൻ തന്നെ ബാക്കി കാര്യങ്ങളും കൂടെ ചെയ്തോളാൻ. നമ്മളിത് കുറേ കണ്ടിട്ടുള്ളതല്ലേ, പൈസ മുടക്കാന്നൊക്കെ ഈ വായും കൊണ്ട് പറയുന്നുള്ളൂ, പക്ഷെ പ്രവൃത്തിയിലില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുധീഷ് പറഞ്ഞു, പിന്നെ ഞാൻ പൈസ മുടക്കുന്നത് കണ്ടിട്ടില്ലേന്ന് ചോദിച്ചു. എവിടെ, എന്തിനു മുടക്കി? നീ എപ്പോഴെങ്കിലും 1 രൂപ മുടക്കിയിട്ടുണ്ടോ ഈ വീടിന് വേണ്ടിയിട്ട്? ഇല്ലല്ലോ. പാവ സുഭാഷ് ചേട്ടൻ തന്നെ, അല്ലെങ്കിൽ ഞാൻ മുടക്കണം, എന്നിട്ട് വലിയ വീരവാദം അടിക്കും. അങ്ങനെ 2 പേരും കൂടെ അടിയുണ്ടാക്കുവാണ്. നികേഷ് പറഞ്ഞു, ഒന്നും നിർത്തുന്നുണ്ടോ? രാവിലെ തന്നെ തുടങ്ങി, ഇതെങ്ങാനും നിധിയടുത്ത് കേട്ടോണ്ട് വന്ന് തീർന്നെന്ന് പറഞ്ഞു. ഒരു സുഭാഷ് പറഞ്ഞു, ഞാൻ പണിയാം. അത് കേട്ടപ്പം സുധീഷ് പറഞ്ഞു, അങ്ങനെ വരട്ടെ. അല്ല സുഭാഷ് ചേട്ടാ, അതിൻ്റെ കണക്കുകളും കാര്യങ്ങളൊക്കെ സുഭാഷ് ചേട്ടൻ അറിയാലോ, അങ്ങനെയാണെങ്കിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. സുഭാഷ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണ്, എത്ര അടി വേണം അങ്ങനെയൊക്കെ. പിന്നീട് എല്ലാം കണക്ക് കൂട്ടി നോക്കിയിട്ട് പറഞ്ഞു, 1,00,000 രൂപയാവുമെന്ന് പറഞ്ഞു. 1,00,000 രൂപയോ? ഇതെന്താ സുഭാഷ് ചേട്ടാ പറയണമെന്ന് ചോദിച്ചു. പിന്നെ അല്ലാതെ 1,00,000 രൂപ വേണ്ടി വരുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഹരീഷ് പറഞ്ഞു, കണ്ടില്ലേ ഇപ്പം തന്നെ കണ്ടതല്ലേ അവൻ്റെ 1,00,000 രൂപയെന്ന് കേട്ട് കഴിഞ്ഞപ്പം. അല്ല സുഭാഷ് ചേട്ടാ കുറച്ചുകൂടെ കുറയില്ലേ? സുഭാഷ് ചേട്ടൻ മേസ്ത്രിയല്ലേ, സുഭാഷ് ചേട്ടൻ്റെ കൂലിയൊന്നും കൂട്ടണ്ട. എടാ എൻ്റെ കൂലി കൂട്ടുന്നില്ല, ബാക്കി ആൾക്കാരെ വിളിച്ചല്ലേ ചെയ്യിക്കുന്നത്, അപ്പോൾ അവരുടെ കൂലിയും കൂടെ കൂട്ടണ്ടേ, അവർക്ക് പൈസ കൊടുക്കണ്ടേന്ന് ചോദിച്ചു. പിന്നെ സാധനങ്ങൾ വാങ്ങണം, ടൈലിടണം, പിന്നെ വയർ ചെയ്യണം, അങ്ങനെ എന്തൊക്കെ പരിപാടിയുണ്ട്, ഇതിനൊക്കെ പൈസ വേണ്ടി വരുമെന്ന് പറഞ്ഞു.
എന്നാലും 1,00,000 രൂപ. അത് കേട്ടപ്പോൾ സുഭാഷ് പറഞ്ഞു ഇത്രയൊക്കെ ആവും, അതാ ഞാൻ പറഞ്ഞത്. നികേഷ് ചോദിച്ചു അല്ല എവിടെയാ ബാത്റൂം പണിയുന്നതെന്ന് ചോദിച്ചു. സുധീഷ് പറഞ്ഞു അകത്ത് പണിയാൻ സ്ഥലമില്ലല്ലോ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് പുറത്ത് എവിടെയെങ്കിലും പണിയാന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പുറവശത്ത് പണിതാലോ എന്ന് ചോദിച്ചു. അങ്ങനെ അവിടേക്ക് പോവാണ്. അവിടെ പോയി നിന്നിട്ട് സുഭാഷ് ഒരു ചോക്ക് എടുത്തിട്ട് അവിടേക്ക് ഇന്ന് അടയാളം വരച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇവിടെ വരയ്ക്കാം, ഇവിടെ വെക്കാം, ഇത്രയ്ക്ക് ഇത്ര നീളം വീതി എല്ലാം കാൽക്കുലേറ്റ് ചെയ്തു. ഒടുവിൽ സുഭാഷ് പറഞ്ഞു ഇത്രയും പോരാടാന്ന് ചോദിച്ചു. സുധീഷ് പറഞ്ഞു കാര്യങ്ങളൊക്കെ ഓക്കെയാ. സുഭാഷ് പറഞ്ഞു ഇവിടെയാണ് പിന്നെ പ്രശ്നമില്ല. അല്ല ഇത് പിന്നെ പുറത്തിറങ്ങി വരണ്ടേ? പുറത്തിറങ്ങി വരാൻ നടക്കില്ല കാര്യങ്ങൾ, അകത്ത് പണിയാൻ സൗകര്യം ഇല്ലെന്നുള്ള കാര്യം അറിയാലോ. ഒരു ലൈറ്റ് ഇട്ടാൽ മതി ഇവിടെ, നിധിക്ക് രാത്രിയിൽ ഇറങ്ങി വരാനും പറ്റുമല്ലോ, ലൈറ്റ് ഓഫ് ചെയ്യണ്ട, അപ്പോൾ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെയാണ് പിന്നെ പൈപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ അടുത്ത് തന്നെ, അപ്പോൾ കണക്ഷൻ കൊടുക്കാനായിട്ടും എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞു. ഈ സമയത്ത് ഹരീഷ് പറഞ്ഞു കാര്യങ്ങളൊക്കെയാ സുഭാഷ് ചേട്ടാ, പക്ഷെ അതിനുവേണ്ടി പണം വേണ്ടേ, അതിനെന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഈ സമയത്ത് നികേഷ് അകത്തേക്ക് പോയി ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ അവൻ്റെ കുടിക്കകത്തുനിന്ന് കുറേ പണം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താടത്? ഇതേ 14,000 രൂപ മിച്ചമുണ്ട്. ഇതെന്തിനാ? ഇത് നിനക്കിത് എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ സുഭാഷ് ചോദിച്ചു. സുഭാഷ് ചേട്ടൻ പലപ്പോഴായിട്ട് എനിക്ക് പണം തരുമല്ലോ, കടയിൽ പോകുമ്പോഴും പിന്നെ അല്ലാതെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട്, അപ്പോൾ അതിനകത്തൊന്ന് ബാലൻസ് വരുന്ന പണം ഞാനെടുത്ത് സൂക്ഷിച്ച് വെച്ചിരുന്നാന്ന് പറഞ്ഞു. അല്ല ഇതെന്തിനാ ഇപ്പം നീ എടുത്തോണ്ട് വന്നേ? ബാത്റൂം കെട്ടാൻ പോവല്ലേ, എൻ്റെ കോൺട്രിബ്യൂഷനായിട്ട് ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞു. സുഭാഷോട് ഞാൻ വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഹരീഷ് പറഞ്ഞു ഇത് നീ വെച്ചോടാ, നിന്റെ കുടുക്കിക്കകത്ത് തന്നെ കൊണ്ട് വെച്ചോളാൻ പറഞ്ഞു. അത് സാരില്ല, ഇങ്ങനെയുള്ള അവസരത്തിലല്ലേ നമ്മൾ സഹായിക്കേണ്ടതെന്ന് ചോദിച്ചു. സുഭാഷ് പറഞ്ഞു വേണ്ട, അതൊന്നും വേണ്ട, ഇത് ഞങ്ങൾ തനിച്ച് ചെയ്തോളാം, ഞങ്ങളെല്ലാവരും കൂടെ ചെയ്തോളാം എന്ന് പറഞ്ഞു. സുധീഷ് പറഞ്ഞു അത് ശരിയാ, നീ ഇത് കൊണ്ടേ വെച്ചോ, ഇത് ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ വേണ്ട പോലെ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞു. പക്ഷേ നികേഷിന് ഭയങ്കര വിഷമം. ആ സമയത്ത് സുഭാഷ് പറഞ്ഞു വേണ്ടടാ, ഇത് പണിയാനുള്ള പൈസ ഞങ്ങളെല്ലാവരും കൂടെ ഷെയർ ഇട്ട് എന്തേലും ചെയ്തോളാം എന്ന് പറഞ്ഞു. ആ സമയത്താണ് നിധി അങ്ങോട്ടേക്ക് വരുന്നത്. നിധി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും നിലത്ത് എന്തൊക്കെയോ അളവുകളും കാര്യങ്ങളൊക്കെ വരച്ചിട്ടിരിക്കുന്നു. ഇതെന്താന്ന് ചോദിച്ചു. അത് പിന്നെ ഒന്നുമില്ലാന്ന് പറഞ്ഞു. അല്ല എന്താ, എന്നെ കൂടാതെ നിങ്ങൾ എന്തോ ഗൂഢാലോചന നടത്തുന്നുണ്ടല്ലോ, രാവിലെ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം എന്താ, എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു അത് പിന്നെ മോളെ ഇവിടെ ഒരു ബാത്റൂം കെട്ടുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്, ബാത്റൂം പണിയുന്നതിനെ കുറിച്ച്. അതെ, എന്തിനാ ഇപ്പോൾ പുതിയ ബാത്റൂം? അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു നിധി നീ അകത്തെ ബാത്റൂമിലല്ലേ പോകുന്നത്, നിനക്കത് ബുദ്ധിമുട്ടല്ലേ, ഞങ്ങളൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല നീ ഇങ്ങോട്ട് വരണ സമയത്ത്, ഇപ്പോഴും ഞങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നത്. അപ്പോഴേക്കും നിധി പറഞ്ഞു എനിക്ക് മനസ്സിലായി, സാന്ദ്രേച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ സംഭവങ്ങളൊക്കെ ഓർത്തിട്ടല്ലേ, അത് വിട്ടുകളാം, അതേക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഈ പൈസ ഇല്ലാത്ത സമയത്ത് ഇല്ലാത്ത പൈസ മുടക്കി ബാത്റൂം പണിയേണ്ട കാര്യമില്ല എന്ന് നിധി പറഞ്ഞു. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു അത് സാരമില്ല എന്ന് പറഞ്ഞു. സുഭാഷോട് ഞങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്ന കാര്യം പുറത്തൊരു ബാത്റൂം പണിയണമെന്ന്, എപ്പോഴാണെങ്കിലും പണിയണ്ടല്ലേ, അതിപ്പോഴാണ് പണിയാൻ സമയമെന്ന് തോന്നി. അപ്പോഴേക്കും നിധിക്ക് വിഷമമായി. നിധി പറഞ്ഞു വേണ്ട ഇപ്പം ബാത്റൂം ഒന്നും പണിയുണ്ടാന്ന് പറഞ്ഞു. പെട്ടെന്ന് ഹരീഷ് പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോയേക്കോ എന്ന് പറഞ്ഞ് ഹരീഷ് പതുക്കെ അവിടെ നിന്ന് എസ്കേപ്പായി. ആ സമയത്ത് സുഭാഷ് പറഞ്ഞു അയ്യോ എനിക്ക് കുറച്ച് തിരക്ക് ജോലിയുണ്ട് അടുക്കളയിൽ എന്ന് പറഞ്ഞ് സുഭാഷ് പോയി. ഈ സമയത്ത് നികേഷ് പറഞ്ഞു അയ്യോ പൈസ വാങ്ങിയില്ലോ സുഭാഷ് എണ്ണ, ഈ പൈസ കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. പൈസയോ എന്ത്, അതിത് കോൺട്രിബ്യൂഷനാന്ന് പറഞ്ഞു. കോൺട്രിബ്യൂഷനോ? നികേഷ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് കൂടെ പോയി. അപ്പോഴേക്ക് സുധീഷാണ് പറയണേ അതെ അവൻ്റെ കുടുക്കിക്കകത്തുനിന്നെടുത്ത് പൈസയാ, ബാത്റൂം പണിയാനായിട്ട് അവൻ്റെ കോൺട്രിബ്യൂഷനാണെന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷിനെ കൊടുത്ത. സുഭാഷാണ് അത് വാങ്ങിയില്ല എന്ന് പറഞ്ഞു. നിധി പറഞ്ഞു എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഇതിൻ്റെ ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതെ വേണം, നിധിയുള്ള വീടല്ലേ. ഓ നിധി പറഞ്ഞു അത് പിന്നെ ഇനിയിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുമെന്ന് കരുതിയിട്ടാണോ? അവരൊന്നും വരാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. പറയാൻ പറ്റില്ലല്ലോ, വന്നാലും വന്നില്ലേലും നിധിക്കൊരു ബാത്റൂം വേണം ഇവിടെ, നിധി തന്നെ ഉപയോഗിക്കുന്നത്. കാരണം ഞങ്ങളൊക്കെ കയറുന്നിടത്ത് നിധിക്ക് കയറാനായിട്ട് ബുദ്ധിമുട്ടാണ്, ഇതൊക്കെ ഞങ്ങൾ നേരത്തെ ചിന്തിക്കേണ്ട കാര്യങ്ങളായിരുന്നു, പക്ഷെ അതൊന്നും ചിന്തിച്ചത് പോലും ഇല്ല എന്ന് പറഞ്ഞു. നിധിക്ക് അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അങ്ങനെപ്പാടെ സങ്കടമായി. നിധി ചോദിച്ചാൽ എന്താ ബാത്റൂം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോകുമെന്ന് ഓർത്തിട്ടാണോ? അതുകൊണ്ടൊന്നും അല്ല നിധി, ഞങ്ങൾ ഞങ്ങളുടേതായ കാര്യങ്ങളൊക്കെ നോക്കണ്ടെന്ന് ചോദിച്ചു. നിധിക്ക് ഭയങ്കര സങ്കടമാകുന്നുണ്ടായിരുന്നു, താൻ ഇവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടോ എന്നൊരു ചിന്ത. പിന്നീട് ഹരീഷ് നേരെ വർക്ക്ഷോപ്പിലേക്ക് ചെല്ലുവാണ്. അപ്പം ചന്തി ചോദിച്ചു ഇതെന്താ ഹരീഷേട്ടാ താമസേ? ആ കുറച്ച് ലേറ്റ് ആയെന്ന് പറഞ്ഞു. അല്ല ആരെങ്കിലും വന്നായിരുന്നെന്ന് ചോദിച്ചു. ആര്? അല്ല ആരെങ്കിലും വണ്ടി എടുക്കാനായിട്ട് പണി തീർത്ത വണ്ടി എടുത്തുകൊണ്ട് പോയി, പിന്നെ ഒന്ന് രണ്ട് വണ്ടി പണി ചെയ്യാനായിട്ട് കൊണ്ട് തന്നിട്ട് ആൾക്കാർ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അല്ലാതെ വേറെ ആരെങ്കിലും? എനിക്ക് മനസ്സിലായി ഹരീഷേട്ടൻ ആരെ ഉദ്ദേശിക്കണേന്ന്. നീ ഇത് വന്നിട്ടുണ്ടോന്നല്ല ഹരീഷേട്ടൻ, പിന്നെ അവളുടെ കാര്യമൊന്നുമല്ല. വേണ്ട കാളവാല് വെക്കുമ്പോഴറിയാലോ എന്തിനാന്ന്. എനിക്ക് മനസ്സിലായി ഹരീഷേട്ടൻ എന്താ ഉദ്ദേശിക്കണേന്ന്. ഉറപ്പായിട്ടും ഇത് അതിനു വേണ്ടി തന്നെയാണ്, നീതുവിനെ കാണാൻ വേണ്ടിയല്ലേ നീതു വന്നു എന്ന് ഹരീഷേട്ടൻ അറിയണം, പിന്നെ ഒന്ന് പോടാ അവിടെ നിന്ന് പറഞ്ഞു. അപ്പോഴേക്കാണ് നീതു അവരോട് വരുന്നുണ്ട്. ഇതേ ആള് വരുന്നുണ്ടെന്ന് പറഞ്ഞു.
ഹരീഷിൻ്റെ മുഖത്തൊരു സന്തോഷമൊക്കെ ഉണ്ടായി. പക്ഷേ ചന്തു പറഞ്ഞു ഇതിലൂടെ വരുമെന്ന് എനിക്ക് തോന്നില്ല, വന്നാലും ഇങ്ങോട്ടേക്ക് കയറത്തില്ല, മൈൻഡ് ചെയ്യാതെ പോകത്തുള്ളൂ. ഹരീഷ് ചേട്ടൻ അതുപോലെയുള്ള വാക്കുകളൊക്കെയല്ലേ നീതുവിനോട് പറഞ്ഞേ, ഏതേലും ചെക്കന്മാർ പറയുന്ന കാര്യമാണോ ഇത്? ഈ സമയത്ത് ഹരീഷ് നോക്കുമ്പോൾ നീതു എൻ്റെ ഫ്രണ്ടിൽ കൂടെ വന്ന് അങ്ങോട്ട് പോവാണ്. ഹരീഷിന് ആകെപ്പാടെ വിഷമായി. പക്ഷെ പോയ നീതു തിരികെ ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിലേക്ക് വന്നു. ഹരീഷ് ഇങ്ങനെ നോക്കി. ആ സമയം നീതു വന്നിട്ട് പറഞ്ഞു, അതെ ഞാനിവിടെ നിങ്ങളോടൊന്ന് തൊള്ളാൻ വന്നൊന്നുമല്ല, ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു. ഹരീഷ് ചോദിച്ചു എന്ത് കാര്യം? എൻ്റെ വീട്ടിൽ കല്യാണാലോചന നടക്കുന്നുണ്ട്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഹരീഷ് പറഞ്ഞു, ഓ അതിപ്പോൾ വലിയ പുതുമയായിട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ. അതെ നേരത്തെ നടക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അതിന് പച്ചക്കുടി കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇനിയിപ്പം ഞാൻ ഇതിനെ ഇങ്ങോട്ടേക്ക് വരുന്നേ, ചിലരൊക്കെ മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ കല്യാണം ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു. പക്ഷേ എന്നെപ്പോലെ ബുദ്ധി സൗന്ദര്യമുള്ള പെണ്ണിനെ കെട്ടാനായിട്ട് ആണെങ്കിൽ ഇഷ്ടം പോലെ വരുമല്ലോ, അതുകൊണ്ട് ഇഷ്ടം പോലെ കല്യാണാലോചന വരുന്നുണ്ടായിരുന്നു. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു എനിക്ക് സമ്മതമാണ്, വിവാഹം ആലോചിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അവർ വിവാഹം ആലോചിക്കുന്നുണ്ട്, നാളെ എന്നെ ഒരു ചെക്കൻ കൂട്ടിൽ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടതും ചന്തു പറഞ്ഞു ആഹാ കൊള്ളാലോ, അങ്ങനെയാണ് പെട്ടെന്ന് കല്യാണം കാണുമോ? പിന്നെ കാണുമെന്നോ വലിയ വീട്ടിൽ നിന്നുള്ള ആലോചനയാണ് വരുന്നത്. അത് കേട്ടപ്പോൾ ഹരീഷ് പറഞ്ഞു പിന്നെ വലിയ വീട്ടിൽ നിന്ന് അത് നിനക്ക് ഇപ്പോൾ വന്നത് തന്നെ വെറുതെ പൊളു അടിക്കാന്ന് പറഞ്ഞു. അതെന്താ എനിക്കെന്താ നല്ലൊരു ആലോചന വരത്തില്ലെന്ന് ചോദിച്ചു. ഒന്നുമല്ലെങ്കിൽ ഇത്ര സൗന്ദര്യമൊക്കെയില്ല ഹരീഷ് ഏട്ടാ. പിന്നെ സൗന്ദര്യം ഹരീഷ് ഏട്ടനായിരിക്കും പുച്ഛം, പക്ഷെ ബാക്കിയുള്ളവർക്ക് പുച്ഛമില്ല. എന്നെ ഇഷ്ടപ്പെടുന്നവരും ഉണ്ടെന്ന് പറഞ്ഞു. ആവശ്യത്തിന് നല്ല സൗന്ദര്യം വിദ്യാഭ്യാസമൊക്കെ എനിക്കുണ്ട്, അതുകൊണ്ട് ഏത് ചക്കം കണ്ടാലും ഒന്ന് നോക്കൂന്ന് പറഞ്ഞു. ഇന്നത്തെ കാലത്ത് എന്തായാലും കെട്ടാച്ചിറക്കായിട്ട് നിൽക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. കല്യാണം എന്താണെങ്കിലും തീരുമാനിച്ചോളാം ഞാൻ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നാളെ വരുന്ന ചെറുക്കനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ എൻ്റെ കല്യാണം നടക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ഹരീഷ് പറഞ്ഞു ഞാനെന്ത് ചെയ്യണം? ഹരീഷ് ചേട്ടനോട് ഇരുന്നോ. ഹരീഷ് ചേട്ടൻ്റെ മുന്നിൽ കൂടെ ഞാൻ ആ ചെക്കൻ്റെ കൂടെ ബൈക്കിലൂടെ പോകും. അപ്പോൾ ഹരീഷ് ചേട്ടൻ നോക്കി നിൽക്കുമെന്ന് പറഞ്ഞു. പിന്നെ നോക്കി നിൽക്കുമ്പോഴും നമുക്ക് കാണാം. ഹരീഷ് ചേട്ടൻ എന്താണെങ്കിലും എന്നെ വേണ്ടല്ലോ, പിന്നെ ഞാനെന്തിനാ ഹരീഷ് ചേട്ടൻ്റെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നീതു അങ്ങോട്ട് പോകാൻ തിരിയാണ്. അപ്പോഴേക്കും ചന്തു പറഞ്ഞു നീതു നീ സത്യമായിട്ട് പറയുന്നതാണോ? പിന്നെ ഞാൻ ഇതിനെ കള്ളത്തരം പറയണേ? അതെ നിങ്ങളെ കല്യാണം വിളിക്കും, വന്ന് സദ്യ കൊണ്ടിട്ട് പോകണമെന്ന് പറഞ്ഞ് നീതു അങ്ങോട്ട് പോയി. ആ സമയം ചന്തു പറഞ്ഞു ഇപ്പം ഹരീഷേട്ടന് സമാധാനമായല്ലോ, എന്തൊരു ജാടയായിരുന്നു. ഈ സമയം നീതു അങ്ങോട്ട് പോയിട്ട് ഹരീഷിനെ തിരിഞ്ഞു നോക്കുകയാണ്. ഇത് ഏറ്റിട്ടുണ്ട്, ആൾക്ക് നല്ല ടെൻഷൻ ആയിട്ടുണ്ടെന്ന് മനസ്സിലായി. നീതു ഒരു പണി കൊടുത്തായിരുന്നത്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.